ജോസിയൻ ഗ്രീൻ ബോക്സ് സ്വാഗതം. തേനീച്ചപ്പെട്ടിയിൽ നിന്നും തേനെടുക്കുന്ന വിധമാണെന്ന് കാണിക്കുന്നത് കണ്ടോ. ഹണി ചേമ്പറിലെ അടകളെടുത്ത് വലത് കൈ പിടിക്കുന്നു, എന്നിട്ട് ഇടത് കൈ കൊണ്ട് തട്ടുന്നു. തേനീച്ചകളെല്ലാം താഴെ ഇറങ്ങി പോയിക്കോളും. വളരെ എളുപ്പത്തിൽ കുത്തുകയില്ല, ഒരു കുഴപ്പമില്ല. കണ്ടോ, ഷറഫ് വളരെ ശാസ്ത്രീയമായിട്ടാണ് തേനീച്ച ഇറക്കുന്നത്. ഒരു തേനീച്ച പോലും കയ്യെ കുത്തുകയില്ല. അതുപോലെ തന്നെ ഹണിയുടെ കോമ്പലുമില്ല. ഇനി ഹണി കോമ്പായിട്ട് കൊടുക്കാം. ഉണ്ടോ, നല്ല സൂപ്പറായിട്ട്. ഇനി അതിട്ട് അദ്ദേഹം വേറൊരു ഹണി ചേമ്പറിൽ അടുക്കി വെക്കുകയാണ്. എല്ലാം ഒരുമിച്ചാക്കിയ ശേഷം നമ്മൾക്ക് എക്സ്ട്രാക്ടറിൽ അത് നമുക്ക് ഇറക്കി എടുത്താൽ മതി. അതിൻ്റെ അരികെ വെട്ടിയ ശേഷം കത്തി കൊണ്ട് അരികെ വെട്ടുന്നുണ്ടോ. അടുത്തതും വളരെ സൂക്ഷ്മമായിട്ട് ആ തേനീച്ചകൾ ഇറക്കിയുണ്ടോ, കൈ കൊണ്ട് കൊട്ടുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഹണി ചേമ്പറിൽ തേനെടുക്കുന്ന വിധം. ഇത് പലർക്കും സംശയമുണ്ട്, എങ്ങനെ എടുക്കുന്നത്, പുകച്ചിട്ടാണ്. പലരും പുകച്ചിട്ടൊക്കെ എടുക്കുന്നത്. ഈ പുകച്ചിട്ടൊക്കെ എടുത്താൽ തേനിലത് ആ പുകയുടെ അംശം ഉണ്ടാകും. അത് ഹൈജീനിക്കല്ല, ആരോഗ്യപരമല്ല. ആ രീതിയിൽ എടുക്കരുത്. പരമാവധി സ്മോക്കർ ഉപയോഗിക്കരുത് ഈ തേനെടുക്കുന്ന സമയത്ത്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ തേനീച്ച കടിക്കത്തേ ഇല്ല. കണ്ടോ, അതൊക്കെ ഒന്ന് കുടയുന്നു, പിന്നെ കൈ കൊണ്ട് തട്ടുന്നു, അതൊന്ന് കുടയുന്നു. വളരെ സിമ്പിൾ കാര്യമുണ്ട് ഷർഫ്. അത് വളരെ എളുപ്പത്തിൽ ഷർഫുദ്ദീൻ ചെയ്യുന്നുണ്ട്. ഉണ്ടോ, വളരെ സിമ്പിൾ. നല്ല ഒരു രീതിയിലാണ് തേനീച്ചകളെ ഇറക്കുന്നത്. കണ്ടോ, ഒരൊറ്റ തേനീച്ചത്തിൽ അവശേഷിക്കുന്നുണ്ട്. എല്ലാത്തിനെയും നീക്കി നല്ല ബൾജ് ചെയ്ത ഹണിക്കോമ്പാണ്. അപ്പം ഉണ്ടോ, അങ്ങനെ ഇതുപോലെ സീൽഡായ തേനുകളാണ് നമ്മൾ